ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന്. ആക്ച്വലി അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് കാണണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പെറ്റ് വേണമെന്ന്. പെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ഡോഗ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. ബിക്കോസ് ഡോഗ്സിനുള്ളൊരു സ്നേഹം ക്യാറ്റ്സിനുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും. ക്യാറ്റ് ലവേഴ്സ് പറയും അതെന്താ ക്യാറ്റ്സിനില്ലെന്ന് ചോദിക്കും. ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പൊടിക്ക് ഡോഗ്സിനാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ, നമ്മുടെ പിക്കുന് വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. കൊണ്ടുവന്നപ്പോൾ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചായപ്പോഴേക്കും കണ്ണിന് ചെറിയ കുരു വരാൻ തുടങ്ങി. ആക്ച്വലി അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ചെറിയ ഐസ് എന്നൊരു കണ്ടീഷൻ കണ്ടത്. പിന്നെ നേരെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ മൈനർ സർജറി വേണം, അല്ലാതെ ശരിയാവില്ല. ഞാൻ ആദ്യം കരുതി ചെറിയൊരു കണ്ണിലൊക്കെ നമുക്ക് വരുന്ന പോലത്തെ ഒരു കുരു ആയിരിക്കും എന്നാണ്. പക്ഷെ അതല്ലാതെ ബീഗിൾസിന് വരുന്ന അല്ലെങ്കിൽ പൊതുവെ ഡോഗ്സിന് വരുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. എസ്പെഷ്യലി ബീഗിൾസിനാണ് കൂടുതലും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറി കഴിഞ്ഞ ക്യാപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. കാരണം കണ്ണിലൊന്നും ഒരു കൈ സ്ക്രാച്ച് ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ബിക്കോസ് ആ ഒരു കണ്ടീഷനിൽ എനിക്ക് അവനെ കാണാൻ ഭയങ്കര സങ്കടമായിരുന്നു. ഇവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആള് ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോലും അറിയാണ്ട് ഇവർ മാറും. സത്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്താ പറയാ, വീട്ടിലൊരു മെമ്പറിന് അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, അതുപോലെ തന്നെ അതേ ഫീലിങ്സ് തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് റിക്കവർ ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ എന്റെ സിസ്റ്ററാണ്. അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.